വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന കുട്ടിക്ക് കാറിൽ സീറ്റ് ബെൽറ്റും ഇരുചക്ര വാഹനത്തിൽ ഹെൽമെറ്റും വേണം. പെട്ടു അത് നല്ലതാണ് ആക്ച്വലി. ഇപ്പൊ ഈ പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മ സാധാരണ പൊതുവെ മലയാളികൾക്ക് ഇങ്ങനെ നിയമങ്ങൾ വന്നു എന്ന് പറയുമ്പോഴത്തേക്കും പൊതുവെ പെട്ട് മലയാളികൾ എന്നല്ല ഇന്ത്യൻസ് പെട്ട് എന്നുള്ളൊരു സാധനമാണ്. കയ്യിൽ നിന്ന് പൈസ പോകണടുത്ത പണിയായിട്ട് എന്നാ ചിന്തിക്കണത്. ആക്ച്വലി ആ നിയമത്തിന് നമ്മൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കിയേ. ഞാൻ എല്ലാത്തിനും ന്യായീകരിക്കാനല്ല, പക്ഷെ ഈ പിള്ളേര് ഈ വാഹനത്തിലെ സേഫ്റ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആക്ച്വലി അത് ഫോളോ ചെയ്യണത് ആക്ച്വലി നല്ലതാണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കാറിൽ കുട്ടികൾക്കുള്ള സീറ്റ് ബെൽറ്റ്, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ സുരക്ഷയ്ക്ക് നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി ബേബി സീറ്റ് ഒരുക്കണം. ഇനി ഇത് എവിടെ നിന്ന് വാങ്ങിക്കും? ഇപ്പൊ 1 വയസ്സ് തൊട്ട് 4 വയസ്സുള്ള പിള്ളേർക്ക് ബേബി സീറ്റ് വേണമെന്ന് പറ സത്യം പറഞ്ഞാൽ അത് നല്ലതാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാവുന്ന നമ്മുടെ ആൾക്കാരുടെ പിള്ളേര് പോലും എന്താ പറയുക, ഇപ്പൊ നമുക്ക് കാറിൽ കയറണേ കാണാം. അവര് ഒരു 3 വയസ്സുള്ള 4 വയസ്സുള്ള പിള്ളേരൊക്കെ ഇരിക്കുന്ന മേൽ സ്ഥലമുണ്ട് നമ്മുടെ ഈ 2 ഡ്രൈവിംഗ് സീറ്റിന്റെയും കോ സിറ്റിന്റെയും സെന്ററിൽ വന്നിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ എന്താ സംഭവിച്ചാൽ അവിടെ ഇരിക്കാൻ അവർക്ക് കംഫർട്ട് ആയിരിക്കും, പക്ഷെ ബ്രേക്ക് പിടിക്കുക എന്തെങ്കിലും ഒരു സഡൻ ആക്ഷൻസോ എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഡയറക്റ്റ് കിട്ടും. എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് പോകും, ഒരു തെറിച്ചു പോകും, നേരെ പോയിട്ട് വിൻഡോയില് മറ്റേത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിൽ ചെന്ന് ഇടിച്ച് സീനാവും. കാരണം പൊതുവെ ഇവിടുത്തെ പാരന്റ്സിന് ഭയങ്കര അശ്രദ്ധയാണ് ഇവിടുത്തെ പാരന്റ്സിന്റെ പിള്ളേരുടെ കാര്യത്തിൽ. അത് വേറൊരു കേസ്. ഇപ്പൊ ഫ്രണ്ടിൽ ഇരിക്കാത്ത ചെറിയ പിള്ളേരെ മടിയിലെത്തിയിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കും. പക്ഷെ അതൊക്കെ എന്ത് സേഫ്റ്റി ഉള്ളത്? എല്ലാവരും ചിന്തിക്കുമ്പോൾ ഞാൻ കാറിലാണ് പോകുന്നത്, ബൈക്കിനെക്കാട്ടി സേഫ്റ്റി എന്ന് കുറെ പേര് പറയാറുണ്ട്. കാരണം ശരിയാണ്, പക്ഷെ കാറിനകത്ത് സേഫ്റ്റി എന്ന് പറയണമെങ്കിൽ അതിനകത്ത് യാത്ര ചെയ്യേണ്ട രീതികളുണ്ട്, എന്നാലാണ് അത് സേഫ്റ്റി ഉള്ളത്. ഞാൻ മറ്റേ എന്താ പറയാ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതി പറയണ്ട. പക്ഷെ ആ ഒരു ഇപ്പൊ ഈ ന്യൂസിൽ കാണുന്ന സാധനം സത്യം പറഞ്ഞാല് നല്ലതാണ് ഫോളോ ചെയ്യണത്. നിങ്ങൾ ആലോചിക്കുക അല്ലെ, 1 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളുമായി നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുട്ടി സീറ്റ് നിങ്ങൾ വാങ്ങേണ്ടി വരും. നല്ലതാണ്. പിറകിലായിരിക്കുകയും വേണം. മുൻപിൽ കുട്ടികൾക്ക് സീറ്റ് കൊടുക്കും. അതെ, മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ബാക്കിൽ വെക്കുന്ന സേഫ്, ബാക്കിൽ സെറ്റാക്കി വെച്ചാൽ അത് അവിടെ ഇരുന്നോളും. അവർക്ക് സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ ഉള്ള ടൈപ്പ് ഒരു സാധനം കിട്ടും. അല്ലെങ്കിൽ അവർക്ക് കുറച്ച് അവരെ സെക്യൂർ ആയിട്ട് നിർത്തുന്ന ചെയർസ് മേടിക്കാൻ കിട്ടും. ആക്ച്വലി 4 വയസ്സ് വരെയുള്ള കുട്ടികളെ പുറകിൽ തന്നെ ഇരുത്താൻ ഒരു കുട്ടി സീറ്റ് പ്രത്യേകമായിട്ട് നിങ്ങൾ തയ്യാറാണ്. കുട്ടികളെ മടിയിലിരുത്തി യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. എന്റെ മടിയുണ്ടല്ലോ പിന്നെന്തിനാ വേറൊരു കുട്ടി സീറ്റ് എന്ന് ആലോചിക്കരുത്. പ്രത്യേകം കുട്ടി സീറ്റ് വാങ്ങി പുറകിലത്തെ സീറ്റിൽ തന്നെ അത് വെക്കുകയും വേണം. കുട്ടിയെ ചേർത്ത് സീറ്റ് ബെൽറ്റ് ഇടരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവാണ്. ലംഘിച്ചാൽ നിങ്ങൾക്ക് പിഴ കൊടുക്കേണ്ടി വരും. അപ്പൊ സൂക്ഷിച്ച ദുഃഖിക്കണ്ട. പൈസ പോണല്ല, ജീവൻ പോണ കേസാ. പിന്നെ അതെല്ലാവരും ചിന്തിക്കണം, ഇപ്പൊ വല്ലാത്ത ഇടങ്ങേറുള്ള വള്ളി പോലീസ് നിയമം കൊണ്ടിട്ട് വല്ലാത്ത ഇടങ്ങേറാണ്. ഇതെന്താണ് ഒരു അനങ്ങുമ്പോ തുമ്പും മുള്ളുമ്പോ അങ്ങനെയൊക്കെ നിയമം കൊണ്ടിരുന്ന ഒരു സാധനം വരും. പക്ഷെ നമ്മൾ ലോജിക്കായിട്ട് ചിന്തിച്ചു നോക്കും. നമുക്ക് ചില നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് ഇപ്പൊ ഈ കേട്ട ന്യൂസില് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. ആലോചിക്കും, ഇപ്പൊ സീറ്റാണെങ്കിലും എന്താണ് അതൊക്കെ ഒരു ഒറ്റ പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടക്കിടക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ നിങ്ങൾ അത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ അടക്കേണ്ടി വരും. ശരിയാണ്, പക്ഷെ ഞാൻ ഫൈൻ അടക്കിനെ പറ്റി ഇവിടെ പറഞ്ഞു, നമ്മുടെ സേഫ്റ്റിനെ പറ്റി ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരുടെ കേസാണ്. അപ്പൊ അതൊക്കെ എന്തായാലും ഒന്ന് നോക്കിക്കൊണ്ട് ചെയ്യുക.